ജീവിതത്തിൽ ഒരുപാട് സെൽഫ് ലവ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് സെൽഫ് ലവ്. ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യും, എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല? ആദ്യം നമ്മൾ സ്നേഹിച്ച് തുടങ്ങേണ്ടത് നമ്മളെയാണ്. നമ്മൾ നമ്മളെ എന്ന് സ്നേഹിക്കാൻ തുടങ്ങുന്നു അന്ന് മാത്രമേ നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ സ്നേഹത്തിനും വേണ്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടമാകുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും നമ്മുടെ മെന്റൽ കണ്ടീഷനും ഒക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യമേ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക, എന്നാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്കുണ്ടാവും. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനായിരിക്കും കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കത്തുള്ളൂ. എന്താ, ഈ ഹെൽത്തി ഫുഡ് നമ്മൾ കഴിച്ച് നമുക്ക് ഇറങ്ങത്തില്ലേ അങ്ങോട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതൊന്നും ആവശ്യമില്ലേ നമ്മുടെ ബോഡിക്ക്? ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പോലെ, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടുന്ന പോലെ, നമ്മുടെ പപ്പയ്ക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിനും വേണ്ടുന്ന പോലെ ഇതെല്ലാം നമുക്കും ആവശ്യമാണ്. എന്തുകൊണ്ട് നിങ്ങളത് കഴിക്കുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മുട്ട പുഴുങ്ങിയാൽ എന്ത് ചെയ്യും? നമ്മൾ കഴിക്കാതെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ നല്ല ഒരു ഏത്തപ്പഴം വാങ്ങിച്ചാൽ, ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ, ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ, നട്ട്സ് വാങ്ങിച്ചാൽ എന്ത് ചെയ്യില്ല? നമ്മൾ കഴിക്കില്ല, നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കും. അതെന്താ? നമുക്കിതൊന്നും കഴിക്കാൻ പറ്റില്ലേ? നമുക്കിത് കഴിക്കുന്നത് നമ്മുടെ ബോഡി നിരുത്സാഹപ്പെടുത്താറുണ്ടോ? ഓ, അത് നീ കഴിക്കണ്ട, അത് നീ കഴിക്കണ്ട എന്ന് പറഞ്ഞ്? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്? നമുക്ക് സെൽഫ് ലവ് ഇല്ല, ഞാൻ അതേ പറയത്തുള്ളൂ. ഒരു സമയം വരെ ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റി നമ്മളെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കിപ്പം തോന്നാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്ന ആരെയാണ്? നമ്മുടെ അമ്മ. നമ്മുടെ അമ്മ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ഫുഡ് തരുന്നു, പിന്നെ ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കുന്നു, പിന്നാണ് അമ്മ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ പോലും നല്ലൊരു പോർഷൻ മീന്, നല്ലൊരു പോർഷൻ ചിക്കൻ, നല്ലൊരു പോർഷൻ മീറ്റ്, ബീഫ്, അല്ലെങ്കിൽ നല്ലൊരു പോർഷൻ ഫ്രൂട്ട്സ്, നല്ലൊരു പോർഷൻ വെജിറ്റബിൾസ് എല്ലാം അമ്മ ആരുടെ പ്ലേറ്റ്സിലാണ് വെക്കുന്നത്? ആദ്യം മക്കളുടെ പ്ലേറ്റ്സിലും ഹസ്ബൻഡിന്റെ പ്ലേറ്റിലും വെച്ചിട്ടേ അമ്മ കഴിക്കത്തുള്ളൂ. വീട്ടിലൊരു ദോശ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കരിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അത് അമ്മയും കഴിക്കും. നല്ല ദോശയായിരിക്കും ഹസ്ബൻഡിനും മക്കൾക്കും അല്ലെങ്കിൽ വീട്ടില് വേറുള്ള പേരൻസിനും എല്ലാം കൊടുക്കുന്നത്. അതെന്താ? നമുക്ക് നല്ല ദോശ കഴിക്കാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ ഇച്ചിരി കരിഞ്ഞു പോയ ദോശ ഹസ്ബൻഡും മക്കളും കഴിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അവരെ സ്നേഹിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണെന്നുള്ളൊരു തോട്ട് നമ്മുടെ അമ്മമാരിൽ നിന്നാണ് നമ്മൾ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അമ്മയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും? കഴിക്കത്തില്ല, അവിടെ വെച്ചേക്കും. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. ഒരു പരിധി വരെ, എനിക്കൊന്ന് 95% അമ്മമാരും അങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ കഴിക്കാതെ അവിടെ വെച്ചേക്കും നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അതെന്താ? അവർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും സ്വീറ്റ്സ് കഴിക്കുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമല്ലേ? ആ ടേസ്റ്റ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ലേ? അതുകൊണ്ടല്ല, അവരെന്ത് ചെയ്തു? അത് അങ്ങ് ശീലിച്ചു പോയവരെ. ആ ശീലം ഒരുപക്ഷെ നമ്മൾ കണ്ടതുകൊണ്ടായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ്സും സ്വീറ്റ്സും എത്ര കഴിച്ചാലും എനിക്ക് മതിയാവത്തില്ല. പക്ഷെ ഇപ്പൊ എന്ത് സാധനം എന്റെ കയ്യിൽ കിട്ടിയാലും കഴിക്കാൻ തോന്നാറില്ല. ഞാൻ അവന് വരുമ്പോൾ, അല്ലെങ്കിൽ മോൻ വരുമ്പോൾ കൊടുക്കാം, മോള് വരുമ്പോൾ കൊടുക്കാം എന്നുള്ള ചിന്തയിൽ ഞാനത് മാറ്റി വെക്കും. എനിക്കിത് കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ തന്നെ ആലോചിച്ചു, പണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ വാരി വലിച്ച് കഴിക്കുമായിരുന്നു. എന്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ മധുരമുള്ള സാധനമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെന്താ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തേ? ഞാൻ എന്താ മാറിപ്പോയോ? പണ്ടെന്ന് പറഞ്ഞാല് ഈ എന്ത് സാധനം വീട്ടിൽ കൊണ്ടുവന്നാലും ഫസ്റ്റ് കഴിക്കുന്ന ഞാനാ. അതിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ. അപ്പൊ വീട്ടിലൊരു സ്നാക്സ് വാങ്ങിച്ചോണ്ട് വന്നാല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു, നട്ട്സ് വാങ്ങിച്ചു, എല്ലാം ഞാൻ കഴിക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ കഴിക്കുന്നത് കുറച്ചും കുറയ്ക്കും. മക്കള് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് കഴിക്കട്ടെ എന്ന് ചിന്തിക്കും. പക്ഷെ എന്താ എനിക്ക് ഇത്ര ഒരു മാറ്റം? ഞാൻ ഒരു അമ്മ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു ഭാര്യ ആയതുകൊണ്ടാണോ? അതുകൊണ്ട് എനിക്ക് ഇതൊന്നും കഴിച്ചുകൂടാ? അല്ലെങ്കിൽ അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ എന്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, എനിക്ക് നല്ല ആരോഗ്യം വേണം ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെ? അപ്പൊ ഞാൻ ചിന്തിച്ചു, ശരിയാ, നമ്മളെ പോലുള്ള എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ ഭാര്യമാരും ഇപ്പം ചിന്തിക്കുന്നു.